എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ ബീഹാറിലത്തെ വ്യാജ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, വ്യാജ മുഖ്യമന്ത്രി, ഇന്ത്യക്കുള്ളതേ വ്യാജ പ്രധാനമന്ത്രിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത. അപ്പോൾ ഈ ഒരാള് ചെയ്ത ഒരു വിക്രിയ വളരെ നാണം കെടുത്തുന്ന, വളരെ ലജ്ജാകരമായ, അറുപ്പ് തോന്നുന്ന ഒരു സംഗതി പബ്ലിക്കലി ഇയാൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. അയാളുടെ പേരാണ് നിതീഷ് കുമാർ. ബീഹാറിലത്തെ വ്യാജ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, അത് നിതീഷ് കുമാർ എന്ന് പറയുന്ന മോദി അമിത്ഷായുടെ ചെരുപ്പ് നക്കിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വ്യക്തി മുമ്പ് തന്നെ ഒരുപാട് സംസ്കാരമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാമെന്ന് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. കാരണം സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല. ബീഹാറിൽ ഇതുപോലെ തന്നെ മുമ്പ് തുടങ്ങിയ കാലം മുതൽ തന്നെ ഗുണ്ടായസം കൊണ്ടാണ് തുടങ്ങിയത്. കുറച്ച് ഗുണ്ടകൾ മുമ്പേ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഫേമസ് ആയിട്ട് അങ്ങനെ ഈ ഗുണ്ടകൾ കൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തി ഭയപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് കയറി വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ പിടിച്ചത്. അന്നും ഈ പറയുന്ന തെരഞ്ഞെടുപ്പായാലും എന്തായാലും അതൊക്കെ ഭീഷണി കൊണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇത് ഈസി ആയത്. ഇപ്പൊ പിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആവശ്യമില്ല, ഒന്നും ഇല്ല, ഒരു സംഗതി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അമിത്ഷാ മോദിയുടെ ചെരുപ്പ് നോക്കി കൊടുത്താൽ മതി, അവർ ജയിപ്പിച്ചോളൂ. കാരണം അവരുടെ കയ്യിലാണല്ലോ, അവരുടെ വിരലുകളിലാണല്ലോ നിയന്ത്രണമൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് ഈ ഒരു നിതീഷ് കുമാർ. ഇയാൾ ചെയ്ത പരിപാടി എന്തായാലും, ഇയാൾ ചെയ്ത പരിപാടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മുസ്ലിം സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിം സമൂഹത്തിന് ഇന്ത്യയിലുള്ള വില എന്താണെന്നുള്ള കാര്യം. നമുക്ക് ആ വീഡിയോ ആദ്യം കണ്ടു നോക്കുക. माननीय मुख्यमंत्री जी अपने हाथों से लेके अभिरंजन सौम्या कुमारी, माननीय मुख्यमंत्री जी अपने हाथों से लेके आदित्य कुमार सिंह, आदित्य कुमार सिंह, അതായത് ഒരു മുസ്ലിം ഡോക്ടർ, വനിതാ ഡോക്ടർ, അവളുടെ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഒരു ആദരവ് കൊടുക്കുന്ന ഒരു വേദിയാണ്. ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് ബീഹാറിലത്തെ പിന്നെ ആയുർവേദ ഹോമിയോപ്പതി ഡോക്ടർമാർക്കുള്ള ഒരു ഇതാണ്, വേദിയാണത്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആ വേദിയിലേക്ക് കയറി വന്ന ഒരു മുസ്ലിം സ്ത്രീ, മറ്റുള്ള സ്ത്രീകൾക്ക് പ്രശ്നമില്ല കേട്ടോ, മുസ്ലിം സ്ത്രീ, ആ മുസ്ലിം സ്ത്രീ വന്നിട്ട് വാങ്ങുമ്പോൾ അത് കൊടുത്ത് സ്ഥലം വിട്ടാൽ മതി. അതല്ല, അത് കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീ എന്താണ് ധരിച്ചിരിക്കുന്നത്, ആ മുസ്ലിം സ്ത്രീ മുഖം കാണുന്നുണ്ടോ ഇല്ലേ, അത് കാണേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിജാബ് പിടിച്ച് വലിച്ച് താഴ്ത്തുകയാണ്, വലിച്ചു ഊരുകയാണ്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഈ പറയുന്ന മുസ്ലിം സ്ത്രീകൾക്ക് എന്താ ഒരു അന്തസ്സും അഭിജാത്യവും ഒരു സ്വകാര്യതയും ഒന്നുമില്ലേ? അവകാശങ്ങളൊന്നുമില്ലേ? ഏതൊരുത്തരും കൈയിട്ട് വരാവുന്ന ഒരു പ്രബലമായി മാറിയിരിക്കുകയാണ് മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത്. അതൊരു ഡോക്ടർ, ഏതിലും തെരുവിൽ കൂടെ നടന്നു പോകുന്ന സ്ത്രീയല്ല. ധരിക്കുന്നത് ഒരു വ്യാജ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യാജ മുഖ്യമന്ത്രി. ഈ സ്വകാര്യതയിലേക്ക് കടന്നു കയറാന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളിമറിക്കലടച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണിത്, പ്രത്യേകിച്ച് കേരളത്തില്. എന്നാലും ഇന്ത്യയിൽ എവിടെ നിന്നാലും നിങ്ങൾക്ക് ഈ ഒരു തെമ്മാടിത്തത്തിന് എതിരെ ഒരു ശബ്ദം ഉയരുന്നത് നിങ്ങൾക്ക് കേൾക്കുക അസാധ്യമാണ്, മുസ്ലിങ്ങളുടെ വായിൽ നിന്നല്ലാതെ. അപ്പൊ ഇതാണ്, മുസ്ലിങ്ങൾക്ക് ഒരു എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അവഹേളനം സംഭവിക്കുമ്പോൾ പിന്നെ മുസ്ലിങ്ങൾ ഒറ്റക്കാണ്. ഒരാളും, എത്രയോ സ്ത്രീ സംഘടനകളുണ്ട്, വനിതാ കമ്മീഷൻ ഉണ്ട്, കേന്ദ്ര വനിതാ കമ്മീഷൻ ഉണ്ട്, പിന്നെയും ഒരുപാട് സ്ത്രീ സംഘടനകൾ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഫെമിനിസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ വായ മുതലയുടെ തൊള്ളുണ്ടല്ലോ, അതുപോലെ തുറന്നുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിനും, മീറ്റു എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ ഇത്രയും വലിയൊരു അവഹേളനം നടക്കുമ്പോൾ മുസ്ലിം സ്ത്രീ അതുകൊണ്ട് ആ സ്ത്രീനെ സ്ത്രീയായിട്ട് അംഗീകരിക്കാൻ ഫെമിനിസ്റ്റുകൾ തയ്യാറല്ല. അതാണ് യാഥാർത്ഥ്യം. ഇല്ലെങ്കിൽ ഇപ്പോ പ്രതിഷേധമായിട്ട് ഇറങ്ങും തെരുവില്. അതായത് ഈ മുസ്ലിം സ്ത്രീ, ഈ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യമാണ്, അവളുടെ ഇഷ്ടത്തിനാണ്. മാത്രമല്ല അവളുടെ മതം നിർദ്ദേശിക്കുന്നതാണ്, ലജ്ജ മറക്കാനാണ്. ഹിന്ദു സ്ത്രീകളെ പോലെ തന്നെ അവളെ മുസ്ലിം സ്ത്രീകളിൽ എന്തെത്ര നിർബന്ധം. ഈ ഗുജറാത്തി ഗുണ്ടകളുടെയും ഈ പറയുന്ന BJP തെമ്മാടികളുടെയും സ്ത്രീകൾ അഴിഞ്ഞാടുന്ന പോലെ തന്നെ അഴിഞ്ഞാടണം മുസ്ലിം സ്ത്രീകൾ എന്നെത്ര നിർബന്ധം. ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണം, ഞങ്ങൾ തിന്നുന്നത് നിങ്ങൾ തിന്നണം, ഞങ്ങൾ തിന്നാത്തത് നിങ്ങൾ തിന്നരുത്, ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ വിളിക്കണം. ഇതെന്താണ് സംഭവം? ഇന്ത്യ പറഞ്ഞ രാജ്യം ബാക്കിയുണ്ടോ, അതോ ഭാരതമായി മാറിയോ, ഭാരതമായി മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറി എന്നായിരിക്കും എന്റെ ഉത്തരം. ഒരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി വസ്ത്രം വലിച്ചു ഊരാ പറഞ്ഞത് എവിടുത്തെ ന്യായമാണ്? ഒന്നിക്കൽ ഇയാൾക്കെന്തോ മാനസിക രോഗമാണ്. അങ്ങനെ മാനസിക രോഗമാണെങ്കിൽ ഇയാൾ ഉടനെ തന്നെ രാജിവെച്ച് പോകണം. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലല്ലോ.
അപ്പോ രാജിവെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി ബാലറ്റ് പേപ്പറിലൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മനസ്സിലാവും ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ. ഇത് അവഹേളനം മാത്രമല്ല, ഇത് സ്ത്രീയുടെ സ്വകാര്യതയിൽ കടന്നു കയറി അവളെ പീഡിപ്പിക്കലാണ് ഇപ്പൊ ചെയ്ത് നിങ്ങൾ കണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ അഭിപ്രായങ്ങൾ പറയണം, അതുകൂടി വായിച്ചു നോക്കാം നമുക്ക്. ഇവിടെ ഒരു ട്വിറ്റർ ഹാൻഡിൽ വന്നൊരു പോസ്റ്റാണ് പറയുന്നത്, വളരെ അലോസരപ്പെടുത്തുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ് ബീഹാറിൽ. അവിടെ ഔദ്യോഗിക ചടങ്ങില് ഒരു മുസ്ലിം ഡോക്ടർ, വനിതാ ഡോക്ടർ വന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് അവിടുത്തെ വ്യാജ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അവളുടെ ഹിജാബ് വലിച്ചൂരി എന്നാണ് പറയുന്നത്. ഏതാണ്ട് 1283 ആയുഷ് ഡോക്ടർമാർക്ക്, അതായത് ആയുർവേദിക്കും ഹോമിയോപ്പതിക്കും ഒക്കെയാണ്, പിന്നെ യുനാനി, ഈ മേഖലയിലുള്ള 1283 ഡോക്ടർമാരുടെ നിയമനം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിയമനത്തിന് വേണ്ടി നിയമന ലെറ്റർ ഉണ്ടല്ലോ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അത് കൊടുക്കുന്ന വേദിയാണിത്. അതിൽ ഈ പരനാറി ഓടി വന്ന് കേറിയിട്ട് അയാൾക്ക് മുസ്ലിം സ്ത്രീകളെ കണ്ടാൽ ചൊറിയാണെന്നാണ് തോന്നുന്നത്. ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് കയറി പിടിച്ച് വസ്ത്രം വലിച്ചു ഊരണമെന്നുണ്ടെങ്കിൽ ഈ വ്യാജ മുഖ്യമന്ത്രിയുടെ തെമ്മാടിക്ക് എത്ര ധൈര്യം ഉണ്ടാവണം. അതോട് പറയാണ്, മുസ്ലിം വുമൺ ഡോക്ടർ അപ്രോച്ച് ദ സ്റ്റേജിലേക്ക് ഒരു മുസ്ലിം വനിതാ ഡോക്ടർ കയറിയപ്പോ നേരെ ഈ ഒരു വ്യാജ മുഖ്യമന്ത്രിയുടെ തെമ്മാടി ഗുണ്ട അമിത്ഷായുടെ മോതിര പിമ്പ് നേരെ കയറി പിടിച്ച് വലിച്ചിരിക്കുകയാണ് ഈ ഹിജാബ് എന്നാണ് പറയുന്നത്. ദ ആക്ട് വാസ് സ്പാർക്ഡ് വൈഡ് സ്പ്രെഡ് ഔട്ട്റേജ്. അത് സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രം പ്രതിരോധം, വലിയൊരു പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്, അല്ലാതെ വേറെ എവിടെയും കാണുന്നില്ല. പേഴ്സൺ ഡിഗ്നിറ്റി, ബോഡിലി അനോട്ടമി ആൻഡ് റിലീജിയസ് ഫ്രീഡം, അതായത് ഒരു സ്ത്രീയുടെ വ്യക്തിത്വം പ്രധാനമില്ലേ. നിങ്ങൾക്ക് തോന്നിയ പോലെ സ്ത്രീയുടെ വസ്ത്രം ശരിയല്ല പറഞ്ഞ് വലിച്ചു വിടാൻ പറ്റും. ഒരു ഹിന്ദു സ്ത്രീയുടെ നിങ്ങൾ പണ്ട് മാറി മറച്ചിരുന്നില്ലല്ലോ, മുല കാണിച്ചിട്ട് നടന്നിരുന്നു. അങ്ങനെ നടക്കടി പറഞ്ഞിട്ട് ബ്ലൗസ് വലിച്ചു കയറാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ ഇവര് അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ എന്ന് പറയാരെങ്കിലും ഇല്ലല്ലോ. അപ്പോ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അവഹേളിച്ചിരിക്കുകയാണ്. ഒരു വനിതയുടെ ശരീര സ്വാതന്ത്ര്യത്തിനെ അതിൻ്റെ ഉള്ളിലേക്ക് കൈകടത്തിയിരിക്കുകയാണ്. ഈ മതവിശ്വാസത്തിനെയും അവഹേളിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ തൽക്കാലം നമ്മൾ പറയാ ജനാധിപത്യം ഉണ്ട്, ഭരണഘടന ഉണ്ട്, നീതിന്യായ വ്യവസ്ഥ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാം. അതൊന്നും ഇല്ല കേട്ടോ, ഒന്നുമില്ല. ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതൊന്നും നടക്കൂലല്ലോ, ഒന്നുമില്ല. ഇത് മാത്രമല്ലല്ലോ, ഇതിപ്പോ സ്ത്രീയുടെ ഹിജാബ് വലിച്ചു കീറുന്നു, ഈ സ്ത്രീകളെ തന്നെ വലിച്ചു കീറുന്നു പല സ്ഥലത്തും. മുസ്ലിം സ്ത്രീകൾക്ക് ഒരു അവകാശമില്ല പറഞ്ഞിട്ട് ബലാത്സംഗങ്ങൾ ചെയ്യുന്നതിലും വീട് ബുൾഡോസർ തകർക്കലും വെടിച്ചു കൊല്ലലൊക്കെ ഒരു ഭാഗത്തൂടെ കള്ളക്കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നുമില്ലത്, ജസ്റ്റ് ഈ അണയാൻ പോകുന്ന വിളക്ക് ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് പോലും ഒരു ഔദ്യോഗിക വേദിയിൽ പോലും സ്വാതന്ത്ര്യമില്ല വസ്ത്രം ധരിക്കാനുള്ളതാണ് ഇവിടെ കാണുന്നത്. സീരിയസ് ക്വസ്റ്റ്യൻ അബൌട്ട് റെസ്പെക്ട്, ആദരവിനെ കുറിച്ച് ഒരു ഗൗരവതരമായ ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഒരു സ്ത്രീക്ക് ഒരു ആദരവെങ്കിലും വേണ്ട, ആദരവ് കൊടുക്കണ്ടേ, അതുപോലും ഇല്ല എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കെതിരെ. ദ ഇൻസിഡന്റ് വാസ് റീജിയണൽ ഡിബേറ്റ്സ് ഇൻ മൈനോറിറ്റി റൈറ്റ്സ്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഗ്രൂപ്പുകളിൽ മാത്രമാണ് ഇത് ചർച്ച ആവുന്നത്. സത്യത്തിൽ ഇത് മൊത്തം ഇന്ത്യയിൽ എല്ലാ സംഘടനകളും ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്ന് ഭാരതമായി മാറിയതിന്റെ, സർവനാശം വിതച്ചതിന്റെ ലക്ഷണമാണ്. മറ്റാരും തന്നെ മിണ്ടുന്നില്ല, എല്ലാവർക്കും ഭയമാണ്. മുസ്ലിം സ്ത്രീകളുടെ കാര്യം പോട്ടെ, സ്വന്തം കാര്യത്തിൽ പോലും മിണ്ടാട്ടഞ്ഞല്ലോ. നികുതി അങ്ങേറ്റം ചുമത്തി, എഥനോള്, പെട്രോള്, വ്യാജ പെട്രോൾ ഇതൊക്കെ കൂട്ടി, വ്യാജതരം കൂട്ടി എല്ലാവരും വണ്ടി കേടെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ വണ്ടിയൊക്കെ കേടുകയാണ്. പക്ഷെ മിണ്ടാട്ടല്ല. ചത്ത ഒരു ജനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലത്തെ ജനം. അങ്ങനത്തെ ജനം എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് വേണ്ടി ശബ്ദമുയർത്തുക? ഒരിക്കലും സാധിക്കൂല. എല്ലാവരും ശിഖണ്ഡികളായി നാറിയിരിക്കുകയാണ്. അവർക്ക് സ്വന്തം കാര്യം ചിന്താമതി, ഞങ്ങൾ ജയിലിൽ അവർ അത്ര ഉള്ളു പറഞ്ഞിട്ട് എല്ലാവരും നടക്കുകയാണ്. പിന്നെ മുസ്ലിം സ്ത്രീകൾ അവരെ എന്താ പോയി ആയിക്കോട്ടെ, നമുക്ക് എന്താണ് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോ RJD അവിടുത്തെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബീഹാറിലെ RJD തേജസ്വി പ്രകാശ് കോൺഗ്രസ് പാർട്ടിക്കാരനാണ്. മൂപ്പര് പറയാണ്, ഞാൻ ഇതിനെ ശക്തമായി കോൺഗ്രസ് പാർട്ടിയിലെ അവിടുത്തെ ബീഹാറിലെ കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ ശക്തമായി എതിർക്കുന്നുണ്ട് എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാം. അത് തന്നെ ചില പൊളിറ്റിക്സ് ആയിട്ടായിരിക്കും. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ശത്രുവാണല്ലോ അവിടെ ഈ JDU.
അതുകൊണ്ട് പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊന്നും മിണ്ടാട്ടില്ലല്ലോ. അപ്പൊ കേരളത്തിലെ ശത്രുക്കളെല്ലാം മിണ്ടണ്ട. അതാണ് ഇത് നടക്കുന്നത്. പറയുന്നത് ദിസ് ഈസ് ബാലന്റ് വയലേഷൻ ഓഫ് പേഴ്സണൽ ഡിഗ്നിറ്റി. ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വളരെ വ്യക്തമായ അവഹേളനമാണ്, കാറ്റിൽ പറത്തലാണ്. പിന്നെ അനുവാദമില്ലാതെ സ്ത്രീനെ തൊടല്, പിന്നെ എന്താണ് പറയാ മതവിശ്വാസത്തിനെ അവഹേളിക്കുക, ഇതൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു വ്യാജ മുഖ്യമന്ത്രി നടന്നിട്ടുള്ളത്. പിന്നെ ഒരു സ്ത്രീയുടെ അനുവാദം കൂടാതെ സ്ത്രീയുടെ ശരീരത്തിൽ കയറി പിടിക്കുക, ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാണ്. ഇപ്പൊ സുരേഷ് ഗോപി കേരളത്തിൽ ചെയ്തില്ലേ, ഒരു പത്രക്കാരുടെ മേല് കയറി പിടിച്ച ആൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടോ? എന്തെങ്കിലും ഒരു ജയിലിൽ കിടന്നു, ഒരു ദിവസം മുഴുവൻ ജയിലിൽ കിടന്നു? ഇല്ല. അസമയം വേറെ വല്ലവരാണെങ്കിൽ ജാമ്യമില്ല വകുപ്പിൽ അവിടെ കിടക്കും കുറേ കാലം, 1 വർഷം 2 വർഷമൊക്കെ. അപ്പോ ഇരട്ട നീതിയാണ്. BJP-ക്കാർക്ക് ഒരു നീതിയാണ്, മോദി അമിത്ഷായുടെ ചെരുപ്പ് നക്കികൾക്ക് വേറെ നീതിയാണ്, പിന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേറെ നീതിയാണ്. അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഒരു പത്രക്കാരൻ പറയാണ്, അതായത് ഗോദി മീഡിയകൾ ചാടി വീണ് വ്യാജ മുഖ്യമന്ത്രിനെ BJP-യുടെ ചെരുപ്പ് നക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ അങ്ങനെ ഇപ്പൊ മുഖം പിടിച്ചു വലിച്ച എന്താ പ്രശ്നം? അയാൾ പിതാവിന്റെ സ്ഥലത്ത് ചെയ്തതല്ലേന്ന് എന്താ ന്യായീകരണം നോക്കണം. പിതാവിന്റെ സ്ഥലത്തെന്നും പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളുടെ അണ്ടർവെയർ വലിച്ച് ഊരി കഴിഞ്ഞാൽ പിതാവിന്റെ സ്ഥലത്താന്ന് പറയോ? ഈ പറഞ്ഞ ഗോദി മീഡിയകളുടെ വീട്ടിലെ സ്ത്രീകൾ ഇതേപോലെ ചെയ്താൽ അവരുടെ പിന്നെ ബ്ലൗസ് വലിച്ച് കീറിയാല് നീ 40 കൊല്ലം മുമ്പ് വരെ ധരിച്ചിരുന്ന ഈ സാധനം ഇട്ടിരുന്നല്ലോ, ഊരടി എന്ന് പറഞ്ഞ് വലിച്ചാല് അത് പിന്നെ പിതാവിന്റെ സ്ഥലത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറയോ? അങ്ങനെ ഗോതിമീഡികൾ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുക ഈ വ്യാജ മുഖ്യമന്ത്രിനെ. എന്താ പറഞ്ഞത്? പിതാവിന്റെ സ്ഥലത്ത് ചെയ്തതാണെന്ന്. എന്താ ചെയ്തത്? എന്തിനാ ചെയ്യണത്? ആ സ്ത്രീയുടെ ഇഷ്ടത്തിന് ധരിച്ച വസ്ത്രം, ആ സ്ത്രീക്ക് ഒരു പ്രശ്നമില്ല. ഇയാൾക്ക് എന്താ പ്രശ്നം? ഹിജാബ് വലിച്ചു കീറാന്. ആ സ്ത്രീ ഡോക്ടറേറ്റ് എടുത്തത്, ആ ഡോക്ടർ ആയതുപോലും വർഷങ്ങളോട് അതേ വസ്ത്രം ധരിച്ചിട്ടാണ്. പിന്നെന്താണ് അന്ന് ഈ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുമ്പോൾ മാത്രം പ്രശ്നം? അപ്പൊ അതൊന്നല്ല. ഇത് മുസ്ലിങ്ങളെ ഞങ്ങൾക്കൊന്ന് അവഹേളിക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണം, അവരെ കൊല്ലണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, നോ വൺ ഹാസ് എ റൈറ്റ് ടു ടച്ച് ഹർ. എത്ര വലിയ തണ്ടായാലും വേണ്ട, തള്ളായാലും വേണ്ട, ഒരു സ്ത്രീയുടെ അനുവാദം കൂടാതെ അവരുടെ ശരീരത്തിൽ കയറി പിടിക്കുക, വസ്ത്രത്തിൽ കയറി വലിച്ചു ഊരി, അതൊന്നും നടക്കില്ല. ഇത് ആ ഗോദി മീഡിയകൾക്ക് തന്നെ ഭ്രാന്താണ്. കാരണം അവര് ചില്ലിക്കാശിന് സ്വയം ശരീരം വിൽക്കുന്ന സ്ത്രീകളാണല്ലോ അവര്. ഉള്ള BJP നേതാക്കന്മാർക്കൊക്കെ മലർന്നു കിടന്ന് കിടക്കുന്നവരാണ്. അപ്പൊ അവർ പറഞ്ഞിട്ടില്ലെങ്കിലേ പിന്നെ അത്ഭുതമുള്ളൂ എന്ന് പറയാണ്. അങ്ങനെയും അഭിപ്രായം പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ മുസ്ലിം IT സെല്ലുണ്ടല്ലോ, മുസ്ലിം സംഘടനയാണിത്. അവർ പിന്നെ തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. വേറെ ആരും പ്രതിഷേധിക്കുന്നില്ല, അവർ പ്രതിഷേധിക്കുമല്ലോ, കാരണം അവർ മുസ്ലിം സംഘടനയാണല്ലോ. മുസ്ലിം ബുർഖ, ആ സ്ത്രീയുടെ ബുർഖ തന്നെ വലിച്ചു കീറിയിരിക്കുകയാണ് ഈ ഒരു വ്യാജ മുഖ്യമന്ത്രി എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹിജാബ് ഒരു വസ്ത്രം മാത്രമല്ല, അത് ഒരു മതത്തിന്റെ വിശ്വാസത്തിൽ ഊന്നി കൊണ്ട് ധരിക്കുന്ന ഒരു കവചമാണ്. മാത്രമല്ല അത് ഒരു സ്ത്രീയുടെ ലജ്ജ മറക്കുന്ന, അവളുടെ നാണം മറക്കുന്ന ഒരു പിന്നെ എന്താ പറയാ വസ്ത്രം കൂടിയാണ്. ഒരു സ്ത്രീയാണ് തീരുമാനിക്കുക അവളുടെ ലജ്ജ എത്ര വരെ ഉണ്ട്, നാണം എത്ര വരെ മറക്കണം, സ്ത്രീയാണ് തീരുമാനിക്കുക. അല്ലാതെ ഏതെങ്കിലും സ്കൂള് പോലും കാണാത്ത ഏതെങ്കിലും ഗുണ്ടകളല്ല തീരുമാനിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരല്ല തീരുമാനിക്കുക. മറ്റുള്ള മതസ്ഥർ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ബ്ലൗസ് ഇട്ട് നടക്കുന്നത്? ബ്ലൗസ് ഊര്. കാരണം നാണം എന്ന് പറയുന്നത് സമൂഹമാണ് തീരുമാനിക്കുന്നതെങ്കിൽ മാറി മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ സ്ത്രീയാണ് തീരുമാനിച്ചത് ഞങ്ങൾക്ക് മാറി മറക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇത് ഒരു സ്ത്രീയാണ്, ആ സ്ത്രീക്ക് ഒരു തീരുമാനമുണ്ട്, എനിക്ക് മുഖം മറക്കണം. അതിൽ കൈ കടത്തിയോ വലിച്ച് കീറലല്ല പണി. എന്നിട്ട് കുറെ ഫെമിനിസ്റ്റുകള് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു പ്രതിഷേധവും ഇല്ലാതെ. ഇഫ് ദിസ് ഹാപ്പൻ ഇൻ എനി അതർ കമ്മ്യൂണിറ്റി, അതായത് ഇത് മുസ്ലിം സ്ത്രീ ചെയ്ത കാരണം എല്ലാവർക്കും ശബ്ദമില്ല. ഇതെങ്ങനെ ഒരു ഹിന്ദു സ്ത്രീന് ചെയ്തെങ്കിലോ, ഒരു ക്രിസ്ത്യൻ സ്ത്രീനോട് ചെയ്തെങ്കിലോ, കന്യാസ്ത്രീയുടെ പിന്നെ തലമ തള്ള തട്ടം വലിച്ച് ഊരി ചെയ്തിട്ടുണ്ടെങ്കിലോ, ഉത്തരേന്ത്യയിലൊക്കെ എല്ലാ ഹിന്ദു സ്ത്രീകളും മുഖം മറക്കും. നിങ്ങൾ കണ്ടല്ലേ, മുഖം മൊത്തത്തിൽ മറക്കുക ചെയ്യാം. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മറക്കവര്. അത് വലിച്ചണ്ട് കീറിന്ന് വിചാരിക്കുക, വലിച്ചണ്ട് ഊരി എല്ലാവരും ഉണ്ടാതിരിക്കുവോ? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും കേരളത്തിൽ വരെ ആദ്യം കിടന്ന് ഉറഞ്ഞതുള്ള, പിന്നുള്ള ബാക്കിയുള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പൊ നല്ല ഒരു എട്ടണത്തിന് മിണ്ടാട്ടില്ല. അതാണ് ഈ പറയുന്നത്. നിതീഷ് കുമാർ പ്രാന്താണെങ്കിൽ എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിയണമെന്നാണ് പറയുന്നത്. രാജിവെക്കും ഇല്ല. കാരണം എന്താണ്? ജനങ്ങളല്ലല്ലോ തെരഞ്ഞെടുത്തത്. നിങ്ങളാരും ബീഹാറികൾ നല്ല ഇപ്പൊ തെരഞ്ഞെടുത്തത്, അവരവരുടെ തന്ത്രം കൊണ്ട് വന്നതല്ലേ. പിന്നെ മുസ്ലിം ബുർഖ ലൈക്ലി പ്രസന്റ് ടു റിസീവ്, അത് ഇതന്നെ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴേ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങുന്ന സമയത്ത് അവഹേളിച്ചു എന്നാണ് ഈ പറയുന്നത്.
നിങ്ങൾ കണ്ടല്ലോ രംഗം. അപ്പൊ ഇതാണ് ഇരട്ടത്താപ്പ്. എല്ലാ സ്ഥലത്തും ഇരട്ടത്താപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ബുർഖ മുഖത്തുള്ള ഹിജാബ് മാത്രമാണ് വലിച്ചു കയറിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ ഒന്നും ധരിക്കണ്ടെന്ന് പറയും. ഇപ്പൊ കേരളത്തിൽ തന്നെ കണ്ടില്ല, സ്കൂളിലേക്ക് കയറുമ്പോ ഹിജാബ് ധരിക്കല്ലടി പറയുന്നത് ഒരു ഹിജാബ് ധരിച്ച സ്ത്രീ, ഒരു തീവ്രവാദിനി, ആ രീതിയിലേക്ക് തിരിക്കുകയാണ്. സംഘികൾ മാത്രമല്ല, ഞങ്ങൾ ക്രിസംഘികളും ഇതിനേക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം സ്ത്രീകളെ ആക്രമിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒന്നും ധരിക്കേണ്ട മുസ്ലിം സ്ത്രീകൾ, അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരം നിങ്ങൾക്ക് ഫ്ലാഷ് ഡാൻസ് ആയിട്ടും മറ്റു മറിച്ചൊക്കെ ആയിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളായിട്ടൊക്കെ കാണാൻ സാധിക്കും. കാരണം എന്താണ്, മുസ്ലിം സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ചങ്ങലക്കെട്ടിലാണ്, അവർ ചാക്കിന്റെ ഉള്ളിലാണെന്നൊക്കെ പറഞ്ഞ് പല അനാവശ്യങ്ങളും പറഞ്ഞിട്ടാണ് ഈ മുസ്ലിം സ്ത്രീകളെ ആക്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഫെമിനിസ്റ്റുകളും ഈ വനിതാ കമ്മീഷനും സ്ത്രീ സംഘടനകളും ഷോക്കടിച്ച പോലെ നോക്കുകുത്തികളായിട്ട് നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നമാണ്, നമ്മളല്ലല്ലോ പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഇത്രയും ഭീകരമായ അവഹേളനം, നാണം കെട്ട ഈ പരിപാടി, ഇതിനെക്കുറിച്ച് പറയുന്നവർക്ക് ലജ്ജ ഉണ്ടാവുക എന്നല്ലാതെ കേൾക്കുന്നവർക്ക് ഒരു ലജ്ജയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇതാണ് ഭാരതം, ആർച്ച ഭാരത സംസ്കാരം. ഇനി ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതിനിഷ്ടമുള്ളവർ ഇന്ത്യയിൽ നിന്നാൽ മതി, അല്ലാത്തവർക്ക് പാകിസ്ഥാൻ ഉണ്ട്, അവിടെ പോയി ചാരപ്രവർത്തനം നടത്തി പിടിക്കപ്പെടാം. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.